സർവീസിലോ നമ്മുടെ ജീവിതത്തിലോ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പോലും പ്രതീക്ഷയില്ലാത്ത അത്രയും വലിയൊരു സംഭവമാണ്. ഞങ്ങൾ അവിടെ എത്തിപ്പെടുന്നത് ഞങ്ങൾക്ക് 6 മണിക്കാണ് ഞങ്ങൾക്ക് അതിന്റെ മെസ്സേജ് കിട്ടുന്നത്. അതിനുശേഷം ഞങ്ങൾ 9 മണിക്ക് പുറപ്പെടും. ഞങ്ങൾ 11:00 കൂടിയിട്ട് അവിടെ എത്തി. അവിടെ എത്തിയ സമയത്ത് ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ, അതായത് പുഴയ്ക്ക് അപ്പുറത്താണ് കൂടുതൽ പേരും കുടുങ്ങി കിടക്കുക. അപ്പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെ കോളം കമാൻഡർ ലഫ്റ്റനന്റ് വിശ്വനാഥ് സാബും സുബേദർ ഗിജിൽ സാബും പുഴയുടെ അവിടെ തന്നെ നിന്നിട്ട് അവർ അങ്ങോട്ട് കടക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിൽ എന്റെ കൂട്ടത്തിലായത് ഒരു 15 ജവാൻ എടുത്തിട്ട് ഞാൻ പുഴയുടെ ലെഫ്റ്റ് സൈഡ് കൂടെ, പുഴയുടെ അതായത് നമ്മൾ ചെന്ന ആ ഭാഗത്തു കൂടെ തന്നെ ഞാൻ അവിടുത്തുകാരനാണ്. അവിടെ ഒരു 10-15 കിലോമീറ്റർ എന്റെ വീട്. അപ്പോൾ എനിക്ക് എന്റെ സുഹൃത്തുക്കളുണ്ട് അവിടെ. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അവരെ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ടൈപ്പ് ചെയ്തേക്ക് എനിക്ക് അവിടെ എത്തിയപ്പോൾ ആ വഴികൾ അവർ പറഞ്ഞത് എനിക്ക് വേഗം തന്നെ മുണ്ടക്കയിൽ എത്താൻ പറ്റി. മുണ്ടക്കയിൽ എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 150 ആള് ഇസ്ലാം മദ്രസയിൽ കുടുങ്ങി കിടക്കുകയാണ്. അവർക്ക് പോരാൻ പറ്റാതെ. അതുപോലെ അവിടെ ഒരു 2 മൃതദേഹങ്ങൾ, ഒരു ഏടത്തിന്റെ അനിയത്തിയും മൃതദേഹം വെച്ചിട്ട് അവരവിടെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുമ്പോൾ. അതിനുശേഷം ഞങ്ങൾ അടുത്ത് നോക്കുമ്പോൾ ഒരുപാട് മൃതദേഹങ്ങളുണ്ട്. അതുപോലെ ഫസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ റെസ്ക്യൂവിൽ ഈ 150 ആളെ ഞങ്ങൾ താഴെ എത്തിച്ചു. കൂടുതലുള്ള മൃതദേഹങ്ങൾ താഴെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കൈമാറി. അതിനുശേഷം അപ്പോഴേക്കും ഞങ്ങളന്ന് വൈകുന്നേരം